അപ്പം എല്ലാവർക്കും മിനി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോന്നി ആനത്താവളം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പ്രക്കാനത്തുനിന്ന് കോന്നിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മളെ ബീറ്റിലാണ് പോകുന്നത്, പുതുതായിട്ടെടുത്ത ബീറ്റിൽ. അപ്പം നമ്മൾ എലന്തൂർ ഓമല്ലൂർ റൂട്ടിലാണ് വന്നത്. നമ്മളിപ്പോൾ ഈ വന്നിറങ്ങുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഓമല്ലൂർ ജംഗ്ഷൻ. ഓമല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ട് പോയാൽ പത്തനംതിട്ട പോകാം. വലത്തോട്ട് തിരിഞ്ഞ് കോന്നിക്ക് പോവുകയാണ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വിഷു സമയത്താണ്. ആ ഒരു സമയത്താണ് ഷൂട്ട് ചെയ്തത്. റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണക്കൊക്കെ പോയിട്ട് കാണാം. ഇവിടുത്തെ ആക്സസിബിലിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഈ ഒരു പുനലൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയുണ്ട്, പിന്നെ ചെങ്ങന്നൂരുണ്ട്. രണ്ടും ഏകദേശം 40-41 കിലോമീറ്റർ ദൂരമുണ്ട് കോന്നി ആനത്താവളത്തിൽ നിന്ന്. നമുക്ക് അവിടുന്ന് ഈ റോഡ് ബസ്സോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ഓട്ടോയോ അങ്ങനെയാണെന്ന് വെച്ചാൽ പിടിച്ചു വരാം. ബസ് വെച്ച് പിടിച്ചു വരാമെന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് കോട്ടയമാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ 60 കിലോമീറ്റർ ഉണ്ട്. കോട്ടയം ജംഗ്ഷൻ അവിടുന്ന് 60 കിലോമീറ്റർ ദൂരമുണ്ട് കോന്നി ആനത്താവളത്തിലേക്ക്. ഏറ്റവും അടുത്തുള്ളത് പുനലൂറാണ്. പിന്നെ ആക്സസിബിലിറ്റിക്കൊന്നും അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല. ഈസി ആയിട്ട് ബസ്സൊക്കെ ഇഷ്ടം പോലുണ്ട്. പത്തനംതിട്ട കോന്നി ബസ്സൊക്കെ ഇഷ്ടം പോലുണ്ട്. ഞാനിവിടെ ഒരുപാട് വട്ടം വന്നിട്ടുള്ളതാണ്. കാരണം എൻ്റെ PSC എക്സാം മിക്കതും ഈ ഒരു കോന്നി വൊക്കേഷണൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് തോന്നുന്നു. അവിടെയാണ് മിക്കപ്പോഴും എനിക്ക് PSC എക്സാം ഒക്കെ ഉള്ളത്. അപ്പം മിക്കപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ ഞാനിവിടെ കയറാറുണ്ട്. ഈ കോന്നിയിലേക്കുള്ള ഈ വഴിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വളവും തിരിവുള്ള വഴിയാണ്. വഴിയൊക്കെ തെറ്റാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും വഴി തെറ്റും. അതുകൊണ്ട് ഗൂഗിൾ മാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാരോട് ചോദിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ഇപ്പം കോന്നി ആനത്താവളത്തെ പറ്റി പറയുകയാണെങ്കിൽ 1947 ഈ കോന്നി ആനത്താവളം ഇവിടെ സ്ഥാപിതമാവുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളെ മെരുക്കിയെടുക്കുക എന്നുള്ള, ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ട്രാക്ടർ പോകുന്നുണ്ട്, പറന്നാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളെ വാരിക്കുഴിയിലൊക്കെ വീഴ്ത്തിയിട്ട് 2 കുങ്കി ആനകൾ 2 സൈഡിലൊക്കെ ഇരുന്ന് പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ആയിരുന്നു നമ്മുടെ മുരളിയുടെയൊക്കെ ഒരു പടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെയുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 1977 ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഗവൺമെൻറ് ഒരു സർക്കുലറൊക്കെ പുറപ്പെടുവിച്ചായിരുന്നു. ആ സർക്കുലർ പ്രകാരം ആനകളെ ഇങ്ങനെ വാരിക്കുഴിയിലൊക്കെ വീഴ്ത്തി വേട്ടയാടി പിടിക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ എങ്ങനെ ആന വരുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആനകളുണ്ടല്ലോ, കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നതും പിന്നെ എന്തെങ്കിലും അസുഖം വന്നൊക്കെ കിടക്കുന്ന ആനകളെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പോയിട്ട്, അല്ലെ ഫോറസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, എങ്ങനെയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ പോയിട്ട്, ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആൾക്കാർ പോയിട്ട് ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയായിരിക്കും ആനയെ ഇവിടെ കൊണ്ടുവന്ന് മെരുക്കി ട്രെയിനിങ് കൊടുക്കും. പിന്നെ കുഞ്ഞാനകൾ ഒറ്റപ്പെട്ട് ഇപ്പം പ്രകൃതി ദുരന്തങ്ങളോ അല്ലാതെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാന ഒറ്റപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞാനകളെയും ഈ ഒരു ആനത്താവളത്തിൽ കൊണ്ട് വിടാറുണ്ട്. അങ്ങനെ ഒരു ആന ഈയിടെ വന്നതായിട്ട് പത്തനംതിട്ടയിൽ ഭയങ്കര ന്യൂസായിട്ടൊക്കെ ഉണ്ടായിരുന്നു. 7 വയസ്സുള്ളൊരു കുട്ടി ആനത്താവളത്തിന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. മുമ്പേ കണ്ട ട്രാക്ടർ കണ്ടില്ലേ, നമുക്ക് വഴി തെറ്റിയായിരുന്നു. അതുകൊണ്ടാണ് ആ ട്രാക്ടറിനെ നമ്മൾ പിന്നെയും ഫ്രണ്ടിൽ കണ്ടത്.
പറച്ചിലിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്. അപ്പം നമ്മുടെ ആനത്താവളം, ഇതൊക്കെയാണ് നമ്മുടെ ആനത്താവളം. അപ്പം അവർക്ക് അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ നല്ലൊരു കൗതുകമുള്ളൊരു കാഴ്ചകളൊക്കെ സമ്മാനിക്കാൻ പറ്റും. അവിടെ ട്രെയിനിങ് ഒക്കെ നൽകുന്നത് നമുക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആനയുടെ മുകളിലുള്ള സവാരി. പിന്നെ കോന്നിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ആനത്താവളം കണ്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അടവിയിൽ പോയി കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട്. കോന്നി എക്കോ ടൂറിസം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് തന്നെ, ഈ ഒരു ഏരിയയിലെ പദ്ധതിയുടെ പേര് തന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കോന്നി ഫോറസ്റ്റ് ഡിപ്പോർട്ടുണ്ട്, അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പോർട്ട് കാണാം. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ കുറേ വന്യജീവികളെയൊക്കെ കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടവി എക്കോ ടൂറിസം ഉണ്ട്. അടവിയിൽ പോയി കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സവാരി അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഒരു പ്ലാനോട് കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശരാക്കാതെ കോന്നി വിടും. ഓക്കെ, ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റെഡ് ബീറ്റാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഡെസ്റ്റിനേഷനെത്തി. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ കുഞ്ഞാന. കണ്ട, തൂണിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുന്ന കുഞ്ഞാന. ഇത് ഈയിടെ കൊണ്ടുവന്നതേ ഉള്ളൂ. പത്തനംതിട്ട പ്രാദേശിക വാർത്തയിലൊക്കെ ഭയങ്കര ന്യൂസൊക്കെ ആയിരുന്നു കുഞ്ഞാനയുടെ. അപ്പം ഇതാണ് ആനക്കൂട് കേട്ടോ. ഈ ആനക്കൂടിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12.65 മീറ്റർ നീളവും 8.6 മീറ്റർ വീതിയും 7 മീറ്റർ പൊക്കമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇവിടെ നിലവിൽ ഏകദേശം ഒരു 6-7 ആന വേറെയുണ്ട്, വലിയ ആനകളാണ്. പിന്നെ ഏകദേശം 9 ഏക്കർ സ്ഥലത്തായിട്ടാണ് ഈ ഒരു ആനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്ക്, മ്യൂസിയം, ആനക്കൂട്, പിന്നെ ആനയൂട്ടിൻ്റെ കേന്ദ്രങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ ജൈവ കൃഷി, അങ്ങനത്തെ കൃഷി, തുളസി കൃഷി, അങ്ങനെ കുറേ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ പരിപാടികളായിട്ട് കിടക്കുകയാണ് ഈ 9 ഏക്കറിലായിട്ട്. അപ്പോൾ കണ്ടോ, ഒരു ആനയെ കണ്ടോ? ഓരോ ആനയുടെ ഫ്രണ്ടിൽ ആ ആനയുടെ പേരും വയസ്സും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പ്രിയദർശിനി 40 വയസ്സ്. പ്രിയദർശിനി ഇങ്ങനെ ആടി നിൽക്കുകയാണ്. ട്രെയിനിങ് കിട്ടിയ ആനയാണ് കേട്ടോ. ഉണ്ടോ, ഞാൻ ആ മോഡൽ അങ്ങോട്ട് കയറിയെന്ന് എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളതിലിപ്പോൾ തിരിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. മീന 33 വയസ്സ്. മീന എല്ലാം പിടിയാനയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടവിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്തിയിട്ട് വരാം കേട്ടോ. നമ്മൾ പോകുന്നില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം. നമ്മൾ വേറെ ദിവസം ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടുത്തെ വീഡിയോ ഒക്കെ ചിത്രീകരിക്കാം. ഉണ്ടോ, 3 ആനയുണ്ട്. 3 ആന എല്ലാവരും ഒരേ പാറ്റേണിലാണ് ഈ തലയാട്ടുന്നതും കുലിക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത് എല്ലാം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കൊമ്പനെ കണ്ടോ, കൊമ്പനെ മാറ്റി കെട്ടിയേക്കുക കണ്ടോ. കൊമ്പൊക്കെ ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ആൾക്കാർ ഫുഡൊക്കെ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതായിപ്പോയി. ഇത് ഒരു ആനക്കൂടാന്ന് തോന്നുന്നു. ഇത് ആനക്കൂടാന്ന് തോന്നുന്നു കേട്ടോ. കൊമ്പൻ നല്ല രസമുണ്ടല്ലേ. ഈ ആനയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് എന്നാലും. പിന്നെ ഇവർ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതല്ലേ, അങ്ങനെയും ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഈ ആന തുള്ളി കളിക്കുന്നു. അപ്പുറത്ത് ആളുണ്ട്, ആ ആളിനെ കണ്ടിട്ട് തുള്ളി കളിക്കുമോ എന്തോ. തലയാട്ടുന്നുണ്ട്. ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടുത്തെ ആനകളെല്ലാം.
ഇഷ്ടംപോലെ നല്ല തണുത്ത ഒരു ഇതാണ് കേട്ടോ, ആംബിയൻസാണ് ഇവിടെ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്, എലിഫൻറ്റ് ആർട്ട് ഗാലറി. അത് കാണാനായിട്ട് കയറുകയാണ്. ഇവിടെ കുറേ നിരവധി കരകൗശല വസ്തുക്കളും അല്ലാതെ ഇതുമായിട്ട് ആനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആർട്ട് വർക്കുകളുണ്ട്. സ്കൾപ്ചേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. തടിയിലും ലോഹത്തിലൊക്കെ ആയിട്ട് കൊത്തി വെച്ചിട്ടുള്ള കുറേ ശില്പങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ, പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ആനയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പിക്ചേഴ്സ്, വോൾ ആർട്ട് ഉണ്ടോ, പിക്ചേഴ്സ്. നല്ലൊരു ആർട്ട് ഗാലറിയാണ്. ആർട്ടിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടോ, ഓക്കെ. പിന്നെ ഇവിടെ വരുന്നതിന് ഒരു ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പോർഷനൊന്നും കാണിച്ചില്ല. ടിക്കറ്റ് പ്രൈസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഗോ ചെക്ക് ഔട്ട്. കണ്ട, ആനയുടെ കുറേ പുസ്തകങ്ങളാണ്. പിന്നെ ഈ ആനത്താവളത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആണെന്ന് തോന്നുന്നു. എഴുതിയൊരു പുസ്തകമാണ്. വായിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ടാവും സ്കൾപ്ചേഴ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സ്. കണ്ടത് ഗോൾഡൊക്കെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ചിലതൊക്കെ ഈ കണ്ടിട്ട് മറ്റേ ഉത്സവത്തിന് ചിന്തിക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനം പോലൊക്കെ ഉണ്ട്, അറിയത്തില്ല. ഇതൊക്കെ ഫാക്ടറി മെയ്ഡായിട്ട് കിട്ടുന്ന സാധനം. ഇതൊക്കെ വേണേൽ കരകൗശലമായിരിക്കും, സ്വന്തം ഹാൻഡ് മെയ്ഡ് സാധനമായിരിക്കും. അതുകൊണ്ട് ഇത്ര സ്പെഷ്യലായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു. എല്ലാം എന്നാലും കൊള്ളാം കേട്ടോ. ഇതൊക്കെ വിലയൊക്കെയുള്ള സാധനമായിരിക്കും, അറിയത്തില്ല. ഇങ്ങനെ തലതിരിച്ചിട്ടേക്കുന്നു. ഇതൊക്കെ ഈ ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫോട്ടോകൾ ആനയുടെ. അപ്പോൾ ഇതുപോലുള്ള കുറേ കണ്ടോ, ഒരു ഡോം സ്ട്രക്ചർ, ക്യാൻറ്റീൻ. അങ്ങോട്ട് പോയ 3D തിയേറ്റർ എന്നാണ് കാണിക്കുന്നത്. 3D തിയേറ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ കയറിയില്ല. 3D തിയേറ്ററൊക്കെ ഉണ്ട്. ഡോം സ്ട്രക്ചർ ഉണ്ടാവും, നല്ലൊരു ഫീലാണ്. ഒരു ഫോട്ടോ സെഷനാണ് കേട്ടോ. ആ ഫ്രെയിമിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. ഉണ്ടോ, തുളസിയുടെ വിവിധയിനം തുളസി. പലതരം തുളസി. ഒന്ന് ആനത്താവളത്തിലൊരു മീൻകുളം, മീനുണ്ടോയെന്ന് അറിയത്തില്ല. അമ്പൽക്കുളം. ഇതാണ് 3D തിയേറ്റർ. എന്ത് ഷോ ആണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. ഇതിനകത്ത് ക്യാമറ കയറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഈ അമ്മാവണ്ടി കണ്ടോ, ഇത് ഞങ്ങൾ പണ്ട് എൻ്റെ +2 കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേനും ഇത് വെളിയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അകത്തുകൊണ്ട് ഇട്ടു. നെസ്റ്റ് പഠിക്കുന്നു, നെസ്റ്റ്. സേവ് ഫോറസ്റ്റ്. ഇഷ്ടംപോലെ സേവ് ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പത്തനംതിട്ട ഇപ്പോഴും ശുദ്ധവായുവിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. കണ്ട, ഡോം സ്ട്രക്ചറിൽ ഒരു പ്ലാന്റൊക്കെ കയറി പിടിച്ചേന്നുണ്ട, ക്രീപ്പേഴ്സ്. ഇങ്ങനെ നടക്കാം, ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല ജോളിയായിട്ട് ഇങ്ങനെ നടക്കാം. നല്ല രസമാണ് കേട്ടോ. ഒരു വട്ടയിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഫെയറാണ്, അതുകൊണ്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഒരുപാട് വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഒരു റെയർ ഐറ്റമാണ്. മനസ്സിലാവുന്നല്ലോ, എന്തെങ്കിലും പർപ്പസാണ്. പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ ഇവിടെയായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിവതും അത് വായിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നല്ല ഉപകാരപ്പെടും. അപ്പോൾ അതെല്ലാം വായിക്കുക, ഒരുപാട് അറിവുകൾ കിട്ടും. അവിടെയൊക്കെ കുറേ ബോർഡൊക്കെ ഉണ്ട്, ആ ബോർഡുകളെല്ലാം വായിക്കുക. നമ്മുടെ ആനക്കൂടാണിത്.
ഇവിടെ കുഞ്ഞാന അവിടെ ഉണ്ട്. ഇതാണ് ആനയോട്ട് നടത്തുന്ന സ്ഥലം എന്നത്. അംഗൻവാടി കെട്ടിടം പോലെ ഉണ്ട്. ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ എന്താണേലും നമ്മുടെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിൽഡിങ്സ് എല്ലാം അതിന് പ്രകൃതിയോട് ഇഴകിച്ചേരുന്ന വിധത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവർ അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ വീടൊക്കെയാണെന്ന് തോന്നുന്നത്. കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അറിയത്തില്ല ഇതിൻ്റെ ഭാഗമാണോ ഒന്നും അറിയത്തില്ല. ഇതെന്തോ സംഭവം പറഞ്ഞാൽ അവിടുത്തെ ഉള്ളൂ. ഇതൊരു പർപ്പസ് ഇല്ലാത്ത സാധനമായി പോയല്ലോ. എന്തോന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ തിരിച്ച് ആ എൻട്രൻസിൻ്റെ സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. പിന്നെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മിസ്സാക്കിയതാണ്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനി നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രിപ്പുണ്ട്. അപ്പം എല്ലാവരും അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക.